ആണോ? ആണോ? ആ ശരി. ഇതിപ്പം പിന്നെ ദിവസം എത്ര കിലോ ഉള്ളി നമ്മൾ ഉപയോഗിക്കുന്നത്, സവാള ഉപയോഗിക്കുന്നുണ്ട്? പൈസയൊക്കെയാണ് ഒരു 100-150 രൂപ ഉള്ളി കിലോ കിലോ ഇവിടെ പിന്നെ ഫുഡിൻ്റെ ചാർജാണ്. അതെല്ലാം മെയിനാണുണ്ട്. പിന്നെ ഇവിടെ ആൾക്കാർ ഇതുവരെ പരാതി വല്ലതും പറഞ്ഞോ നിങ്ങൾ ഫുഡിനെ കുറിച്ച്? നല്ല അഭിപ്രായം പറയാം. എല്ലാവരും നല്ല അപ്രീസിയേഷൻ അല്ലേ തന്നുകൊണ്ടിരിക്കുന്നത്? ഇതിനിടയ്ക്ക് ഈ ഇതൊക്കെ കുക്ക് ചെയ്യുന്നതിനിടയ്ക്ക് സരസ്മേള കാണാൻ അവസരം കിട്ടിയോ? എന്തെങ്കിലും ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ടെന്ന് അറിയാം അല്ലേ? മൈക്കിൽ നിന്നുള്ള പാട്ടൊക്കെ കേൾക്കാം. ഇവര് എന്തോ പരിപാടികളൊക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് കേൾക്കാം. അതായത് ഇവർ നമുക്കെല്ലാം വേണ്ടിയുള്ള ഫുഡ് ചേട്ടനടക്കം എല്ലാവരും ഈ സരസ്മേള എന്ന് പറയുന്ന സംഭവം നമ്മൾ ആസ്വദിച്ച് പോകുന്നവരുണ്ട്, അതിൻ്റെ പിന്നിൽ വൈകുന്നവർ അധ്വാനിക്കുന്നവരുണ്ട്. ഈ അധ്വാനിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇവർ ഫുഡ് തയ്യാറാക്കുകയാണ്. അതുകൊണ്ട് ഇവർക്കൊരിക്കലും ആ സരസ്മേള കാണാനൊന്നും അവസരമില്ല. പക്ഷേ എന്നാലും അവർക്ക് യാതൊരു പരാതിയില്ല. അവർ ആ ഫുഡ് ഓരോ ദിവസം കഴിയുന്തോറും നല്ല ഫുഡുകളാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഞങ്ങളൊക്കെ ഇവിടുന്ന് കഴിക്കുന്നവരാണ്. ദിവസം 500 ഊണോളം, എത്ര ഊണോളം പോകും ചേട്ടൻ? 500 ഊണോളം ദിവസം പോവുകയാണ്. ആർക്കും ഒരു പരാതി ഉണ്ടാക്കാതെ അവർ ചെയ്തുകൊണ്ടിരിക്കുക. എങ്ങനെയാണ് ചേട്ടാ ഇതിനെക്കുറിച്ച് അഭിപ്രായം? നല്ല അഭിപ്രായം. ഒപ്പീനിയൻ എങ്ങനെയാണ്? നല്ല അഭിപ്രായം തന്നെ പറഞ്ഞു. എല്ലാവരും നന്നായിട്ട് പറയുന്നു. ചേട്ടൻ കാറ്ററിംഗ് ആണ്? അതെ. പേരെന്താണ്? എൻ്റെ പേര് രതീഷ്. കാറ്ററിംഗിൻ്റെ പേര് അച്ചൂസ്. എവിടെയാണ് സ്ഥലം? ചെറിയനാട്. അപ്പോൾ ഈ ഇത്രയും ഒരു പിന്നെ ഇത്രയും ആൾക്കാർക്ക് പല രീതിയിലുള്ള ആൾക്കാരുണ്ട്. സരസ്മേളയുടെ ഓഫീസ് സ്റ്റാഫുണ്ട്, മന്ത്രിയുടെ സ്റ്റാഫുണ്ട്. ഇവർക്കെല്ലാം നിങ്ങൾ ആഹാരം കൊടുക്കുമ്പോൾ ഈ പരാതികളൊക്കെ വരാൻ സാധ്യതയുള്ളതല്ലേ? അപ്പോൾ എങ്ങനെ ഈ ധൈര്യമായിട്ട് ഇത് ഏറ്റെടുത്തത്? ധൈര്യം കുറേ നാളുകൊണ്ടേ ഉണ്ട്. എന്ന് വെച്ചാൽ നല്ല ഫുഡാണ് കൊടുക്കുന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്കുണ്ട്. ഇപ്പോൾ ചേട്ടന് ഫുൾ നിയന്ത്രണത്തിലാണ് ഈ സംഭവം നടന്നത്? അതെ, ഞാൻ മാത്രമല്ല, ഞങ്ങൾ ഇതെല്ലാം ഞങ്ങളുടെ ഒരു ടീം തന്നെയാണ്. ഈ പറയുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു മുതലാളി തൊഴിലാളി ബന്ധങ്ങളൊന്നുമില്ല. എല്ലാവർക്കും ഒരുപോലെയുള്ളൂ. എല്ലാവരും ഒരുപോലെ നിൽക്കുന്നുണ്ടാണ്. അപ്പോൾ ആൾ എടുക്കുന്നത് ആളുടെ ചാർജ് ചെയ്യുന്നവരാണ്. എല്ലാവരും എല്ലാ ജോലിയും ചെയ്യുന്നവരാണ്. ഇപ്പോൾ നമ്മുടെ രാത്രി ആഹാരം തീരുന്നത് വരെ കൊടുക്കുക എന്നുള്ളതാണ്. അത് 11 മണിയായാലും ഇവരെ ഒരു സമയം പറഞ്ഞിട്ടുണ്ട്. അത് രാവിലെ ഒരു 7:30 മുതൽ അവർ പറഞ്ഞൊരു സമയം 10:30. പക്ഷേ നമുക്കറിയാമല്ലോ ഒരു മനുഷ്യൻ്റെ അവസ്ഥ. ഇവിടെ ഡ്യൂട്ടിക്ക് വരുന്നവരാക്കും എളുപ്പം എത്തിക്കിടാൻ വഴിയില്ല. അപ്പോൾ അവർ വരുന്നിടം വരെ കൊടുക്കുക എന്നുള്ള ഒരു മാനസികമായ നമ്മുടെ ഫുഡ് ഇപ്പം തീരുന്നു അതുവരെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും. നമ്മളല്ല ഇവിടെ വന്ന് ആരോടും നമ്മൾ ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും ഒരു കുറവ് കാണുമ്പോൾ കുറെയെങ്കിലും അതിനെ ഏറ്റവും ഫാസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാവുന്ന ഫുഡ് നമ്മൾ റെഡിയാക്കി വെക്കും. എന്തായാലും ആരും നിരുത്സാഹപ്പെടുത്തത്തില്ല. ആരുടെ ഒരു പരാതി കേൾക്കാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ട്. സരസ്മേള നമ്മുടെയല്ലേ, അത് വിജയിക്കേണ്ടത് ഓരോരുത്തരുടെ ഉത്തരവാദിത്വമല്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ആരും പഴി കേൾക്കല്ലെന്നുള്ള നിശ്ചയദാർഢ്യം നമുക്കുണ്ട്. അത് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാമെന്ന് പറഞ്ഞാൽ കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ മേളയാണ്. ഇത്രയും ഭരണക്കിണർ ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളോടും കൂടി ചരിത്രമാകേണ്ട സംഭവം. ഞാനിപ്പോൾ പറയാം, 2018 വെള്ളപ്പൊക്കം നമ്മളെ ദുഃഖിപ്പിച്ചെങ്കിൽ 2025 അന്നും സരസ്മേളയ്ക്ക് ഫുഡ് ഒരുക്കാൻ അവസരം ലഭിച്ചത് ഞങ്ങൾക്ക് തന്നെയായിരുന്നു. 2018 അന്ന് ശരിക്കും രാത്രി വെള്ളം കയറുമ്പോഴും അന്ന് നമുക്കെല്ലാവരും കണ്ടാണ് നമ്മുടെ മന്ത്രി എന്താണ് പ്രതികരിച്ചതെന്ന്. അതായത് ഇത്രയും ജനകീയനായ ഒരാൾ ആ ഒരു വെള്ളപ്പൊക്കത്തെ എങ്ങനെ തരണം ചെയ്തു എന്ന് നമ്മളെല്ലാവരും അനുഭവിച്ചറിഞ്ഞവരാണ്. ആ മന്ത്രിയുടെ നാട്ടിൽ നമ്മുടെ ഏറ്റവും വലിയ വിഷമമായിരുന്നു അന്ന് ആ സരസ്മേള നടക്കാഞ്ഞത്. ആ സരസ്മേളയുടെ ഇടയിൽ നിന്നാണ് നമുക്ക് അന്ന് വെള്ളപ്പൊക്കത്തിൻ്റെ പേരിൽ പോകേണ്ടി വന്നത്. നഷ്ടങ്ങൾ നമുക്കും ഉണ്ടായിട്ടുണ്ട്. നഷ്ടത്തിൻ്റെ കണക്കൊന്നും അവതരിപ്പിക്കുന്നില്ല, അതിനു വേണ്ടിയല്ല. പക്ഷേ നാളുകൾക്ക് ശേഷം ഇപ്പുറം വരുമ്പം അതിൻ്റെ 10 മാറ്റിൽ വിജയിക്കണമെന്നുള്ളത് നമ്മുടെ നിശ്ചയദാർഢ്യമായിരുന്നു. അതാണ് അത് നമ്മൾ എന്തൊരു പ്രസ്ഥാനം വിജയിക്കണമെങ്കിൽ ഇപ്പോൾ ചേട്ടൻ്റെ കാറ്ററിംഗ് വിജയിക്കണമെങ്കിൽ ചേട്ടൻ്റെ ഒരു ലീഡർഷിപ്പ്. അപ്പോൾ ഈ സരസ്മേളയ്ക്ക് ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്നത് കേരളം കണ്ട ഏറ്റവും മികച്ച സംഘാടകനാണ് ഞങ്ങളുടെ മന്ത്രി. ഇത്രയും ഈ അടുപ്പിലെ വിറക് എന്താണെന്ന് പോലും സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് ഈ സരസ്മേള നടത്തുന്നു. അതെ, രാവിലെ നമ്മൾ ചെല്ലുമ്പോൾ രാവിലെ 7 മണിക്ക് അവിടെ മീറ്റിംഗ് നടക്കുക. ദിവസവും രാവിലെ തലേ ദിവസത്തെ പരിപാടിയെ കുറിച്ച് അതിനകത്തുള്ള പ്രശ്നങ്ങൾ അടുത്ത ദിവസം പരിഹരിക്കുക. എല്ലാത്തിനും ചെറിയൊരു പരാതിയാണെങ്കിൽ പോലും നേരിട്ടെത്തി പരിഹരിക്കുക. അത് കേരളത്തിൽ എല്ലാവരും ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ്, ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം. ഇതൊക്കെ മന്ത്രി ഒരു പരിപാടിക്ക് മുഴുവൻ സമയവും നേതൃത്വം കൊടുക്കുക, എല്ലാ മേഖലയിലും ഇടപെടുക. അല്ല, ഇതിനെക്കാട്ടി രസം ഞാനിപ്പം ഇന്ന് പറയുന്നുണ്ടായി, 5 സ്റ്റാർ ഫെസിലിറ്റിയിലുള്ള ഒരു മന്ദിരം അവിടെ ഉണ്ട്. ഒരിക്കലും അദ്ദേഹം അവിടെ താമസിക്കുന്നില്ല, എപ്പോഴും നമ്മുടെ ജനങ്ങളുടെ ഇടയിലുണ്ട്. അത് ഇവിടുത്തെ രാഷ്ട്രീയം അതിനകത്ത് കൂട്ടിക്കലർത്തേണ്ട ആവശ്യം ഇല്ല. ആ രാഷ്ട്രീയക്കാരല്ലല്ലോ ചെല്ലുന്നത്, എല്ലാവരും മനുഷ്യരല്ലേ. രാഷ്ട്രീയക്കാരുടെ പിന്തുണയാണോ? അല്ല, ജനങ്ങളുടെ പിന്തുണ. അങ്ങനെ പറയാനാണ്. അല്ല, അതെ, രാവിലെ നമ്മൾ 6 മണിക്കൊക്കെ അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിൽ ചെല്ലുമ്പോൾ നമുക്കറിയാം കയ്യെ ചരട് കെട്ടിയവരുണ്ടാവും, ഖദറിട്ടവരുണ്ടാവും. പക്ഷെ അങ്ങനെ ഒരു വേർതിരിവില്ല. അതുപോലെ തന്നെ പുള്ളി ഒന്നും ഡയറിക്കകത്ത് എഴുതി വെക്കുകയല്ല, അന്നേരം തന്നെ ഫോൺ എടുത്ത് ആക്ഷനാണ്. ഓർമ്മയിലുണ്ട് എല്ലാം ആക്ഷനാണ്. അന്നേരം തന്നെ അത്ഭുതം തോന്നും ചിലപ്പോൾ, അല്ലേ? എല്ലാവരും അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രതിഭാസമാണ്. അതിനേക്കാൾ വലുതാണ് സരസ്മേള. അപ്പം അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും ഈ രാഷ്ട്രീയ ഭാവിയും ഇന്നും ഞങ്ങളുടെ ജനങ്ങളുടെ ഒരു
പിന്തുണയോടുകൂടി എന്നും നിൽക്കട്ടെ എന്ന് ആൾക്കാർക്ക്. ചേച്ചി എന്താ പറഞ്ഞത്, ഈ ആൾക്കാർക്ക് ഒന്ന് പരാതി പറയുമോ? ഒരു പരാതിയില്ല, സന്തോഷമാണ് പറയുന്നത് അല്ലേ? ഇതിന്റെ കൂടെ ആദ്യമുണ്ടോ? അപ്പൊ ഈ സന്തോഷം തോന്നുന്നുണ്ടോ ഇത്രയും ഒരു? പക്ഷേ ഈ മേള കാണാൻ സമയം കിട്ടുന്നുണ്ടോ? എല്ലാം ഏൽപ്പിച്ചിട്ട് അങ്ങ് പോവാ അല്ലേ? എന്നാലും ഇത്രയും വലിയൊരു മേള, കേരളത്തിലെ ഏറ്റവും വലിയൊരു മേള, ആ മേളയുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഫുഡ് കൊടുക്കാൻ കഴിയുക, അതൊരു വലിയ വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ തീർച്ചയായിട്ടും ഞങ്ങൾ ഫുഡ് കഴിക്കുന്നവരായതുകൊണ്ട് തീർച്ചയായിട്ടും ഇവരെ കൂടെ എല്ലാം സരസ്മേളയ്ക്കകത്ത് പോയിട്ട് കണ്ട് ഇവരൊക്കെ ഉണ്ട്. ഇവരൊക്കെ വിജയേട്ടാ നീങ്ങുന്നേ, ഇവരൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഏത് സമയത്തും രാവിലെ തൊട്ട് ഈ രാത്രി 11 മണി വരെ ഈ അടുക്കളയിൽ നിന്ന് കറങ്ങുന്നവരാണ്. ഇവരൊന്നും സരസ്മേള കണ്ടിട്ടില്ല, എന്നാലും അവർക്ക് യാതൊരു പരാതിയില്ല. നമ്മളോട് നിന്ന് ഞങ്ങൾക്കെല്ലാം ഫുഡ് തരുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് എല്ലാവിധമായ ഇവർക്കെല്ലാം കാണണമെന്ന് ആഗ്രഹമുണ്ട്, ഇവർക്കെല്ലാം അവിടെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് കടക്കുമ്പോൾ ഇവരൊക്കെ ഒരു സമയത്ത് പൊക്കളാനും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇത് സത്യത്തിൽ ഇതല്ല കേട്ടോ, തൊഴിലാളി ഞാൻ മുമ്പേ പറഞ്ഞു, ഇതിനകത്ത് തൊഴിലാളി മുതലാളി അങ്ങനെ സിസ്റ്റം ഇല്ല. ഇതെല്ലാം ഞങ്ങളുടെ കുടുംബക്കാർ തന്നെയാണ്. എന്നുവെച്ചാൽ പല സ്ഥലങ്ങളിലുള്ളവരെ ഞങ്ങളൊരു കുടുംബം പോലെ തന്നെയാണ്. ഞങ്ങളുടെ ടീം വർക്കിൻ്റെ ഏറ്റവും വലിയ ഗുണവും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്കുള്ള ജോലിയുടെ മാറ്റവും ഇവരിലൂടെയാണ് നമ്മൾ സാധ്യമാക്കുന്നത്. അപ്പോൾ ഇത്രയും പേര് കഴിച്ച് തൃപ്തി അടയുന്നത് എൻ്റെയോ ചേച്ചിയുടെ കഴിവൊന്നുമല്ല, ഇവരുടെ എല്ലാവരുടെയും ഒരേപോലെയുള്ള ആത്മാർത്ഥയുടെ ഭാഗം. എന്നിട്ട് അങ്ങനെയുള്ള ഒരു ഇതില്ല, ഈ ആത്മാർത്ഥമായ ടീമിൻ്റെ പ്രവർത്തന ഫലമാണ് നിങ്ങൾ ഈ ഇവിടുന്ന് തരുന്ന നമുക്ക് മനസ്സെന്ന് പറയുന്നത് ചിരി. അപ്പം വളരെ സന്തോഷം ചേട്ടാ, ഇങ്ങനെ ഒരു ഉദ്യമത്തിന് ധൈര്യത്തോടെ ഇറങ്ങി പുറപ്പെട്ട്, പിന്നെ എല്ലാത്തിനും ഒരാൾ പിന്നിലുണ്ട് എന്ന് ഉള്ള ഉറപ്പും ഉണ്ടായിരുന്നു അല്ലേ? ഉറപ്പുണ്ട്, ഉണ്ടായിരുന്നു. ആ ഉറപ്പാണ് ഞങ്ങളുടെ ഉറപ്പ്. കൊടുക്കുന്നത് കുടുംബശ്രീക്ക് എന്തൊക്കെയാ? ഞങ്ങളിപ്പോൾ പാണ്ടനാട് പഞ്ചായത്തിൽ നിന്ന് വന്നിരിക്കുന്ന ആളാണ്. ഇതിനകത്ത് പിന്നെ ഹരിതകർമ്മമുണ്ട്, CDS ഉണ്ട്, അല്ലാത്ത ആൾക്കാരെല്ലാവരും ചേർന്നാണ്. ഇങ്ങനെ ഒരു പരിപാടിയിൽ ഇവിടെ വന്ന് വിളമ്പാൻ പറ്റിയതിൽ അങ്ങേയറ്റം സന്തോഷം. അതുകൂടാതെ ഈ ചെങ്ങന്നൂർ ഇതുപോലൊരു പരിപാടി നടന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞങ്ങൾ. ഇനിയും വരത്തുമില്ല, ഇനി മുമ്പും വരാനില്ല. അതുപോലെ നല്ലൊരു പരിപാടിയാണ്. ഞങ്ങൾ ആദ്യം തൊട്ട് എല്ലാ പരിപാടിയിലും കലാപരിപാടിയിലെല്ലാം ഞങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് പാണ്ടനാട് പഞ്ചായത്ത്. അപ്പോൾ ഇതിന്റെ സംഘാടകരെ പറ്റി എന്താ പറയാനുള്ളത്? ഏറ്റവും നല്ലതല്ലേ ഈ സംഘാടനം എന്ന് പറഞ്ഞാൽ, ഇതുപോലെ ഭംഗിയായി നടത്തിയിട്ടുള്ള ഒരു വേദിയും ഞങ്ങൾ കണ്ടിട്ടില്ല. നമ്മുടെ സഹിച്ചറിയാനാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ അംഗീകാരം കൊടുക്കുന്നത്. ഞങ്ങളുടെ മന്ത്രിക്കാ ഏറ്റവും ബഹുമാനം കൊടുക്കും. ഇതുപോലൊരു നല്ല പരിപാടി നമ്മുടെ മന്ത്രി ഈ ദേശത്ത് നടത്തിയതിന് 100,000 അഭിനന്ദനങ്ങൾ മന്ത്രിക്ക് കൊടുക്കണം. ഇനിയിപ്പോ ഈ ഒരു സരസ്മേള മാത്രം മതി സഹിച്ചാൻ സാറിന് ജയിക്കാനായിട്ട്. അതെ, മതി മതി മതി. ആൾക്കാർക്ക് ആ ഒരു സംഘടനാശേഷി, സംഘാടക മികത്വം പിന്നെ അറിയിക്കാൻ പറ്റും. ചെങ്ങന്നൂരിലൊരു ദേശീയ ഉത്സവം പോലല്ലായിരുന്നു. 28 സ്റ്റേറ്റ്സും വന്നിട്ടുള്ള കേന്ദ്രഭരണ പ്രദേശം. അപ്പം ഇനി ഒരു പരിപാടി വേണം. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു, ഓരോ വർഷം ഓരോ സ്റ്റേറ്റിലല്ലേ നടക്കുന്നത്. അപ്പം ഇനി 28 വർഷം കഴിഞ്ഞേ നമ്മള് എന്താ പറയുന്നതിനെ കുറിച്ച്, സംഘാടനത്തെ പറ്റി എന്താ പറയുക? എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഏറ്റവും മുഖ്യമായിട്ട് പറയുന്നത് നമ്മുടെ സജി ചെറിയാൻ MLA എല്ലാം ഞങ്ങളുടെ സഹിച്ചാൻ ഒരു ബിഗ് സല്യൂട്ട്. അതാണ് ഏറ്റവും വലിയതായിട്ട് ഞങ്ങൾക്ക് കൊടുക്കാനുള്ളത്. ഇത്രയും വലിയൊരു കാര്യം ഈ ചെങ്ങന്നൂർ നടത്തി തന്നെ. സംഘടനത്തിന് മുന്നിട്ട് നിൽക്കുന്ന സജി ചെറിയാൻ സാറിന് എല്ലാവിധ ആശംസകളും. മേളയിലെ ഫുഡൊക്കെ എങ്ങനെയാണ്? നല്ല ഫുഡുകളായിരുന്നു. ക്രമീകരണങ്ങളെല്ലാം വളരെ നല്ലതായിരുന്നു. പിന്നെ ആദ്യത്തെ ദിവസത്തെ ഒരു പോരായ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ മോഹൻലാലിനെ കാണാനായിട്ട് വന്നപ്പോൾ കുറച്ച് പേർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഈ TV സംഭവം പുറത്തൂടെ വെച്ചിരിക്കുമായിരുന്നെങ്കിൽ എല്ലാവർക്കും കൂടെ ഒന്ന് കാണാൻ പറ്റില്ല. അതൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ഇതിപ്പോൾ അത് സംഘടിപ്പിച്ചു, അത് ഞങ്ങൾ പലയിടത്തായിട്ട് ഇങ്ങനെ പറഞ്ഞു. കാരണം ഇപ്പോൾ 4ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും അത് കൊണ്ടുവച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ സന്തോഷം. അപ്പോൾ നാളെ ടൊമിനോ വരുമ്പോഴും ആളായിരിക്കും. അപ്പോൾ ഈ ഒരു സംവിധാനം ഉള്ളതുകൊണ്ട് സൂപ്പറായിട്ട് വിജയിക്കുമെന്ന് തന്നെ ഞങ്ങളുടെ ആത്മവിശ്വാസം. സരസ്മേള ഈ ചെങ്ങന്നൂർ വെച്ച ഈ സരസ്മേള ഏറ്റവും സഹിച്ചറിയാൻ ഭൂരിപക്ഷത്തോടു കൂടി ഇലക്ഷൻ നിന്ന് ജയിക്കും ഉറപ്പ്. അതുപോലെ തന്നെ ഈ സരസ്മേള നല്ല ഇതായിരുന്നു. ഭക്ഷണമായാലും എല്ലാ സൗകര്യങ്ങളും ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്കും അതിനകത്ത് പങ്കുകൊള്ളാനുള്ള ഭാഗ്യവത്ത്. ചക്രത്തിലൊക്കെ കേറിയോ? ഇല്ല, അതൊക്കെ കേറിയില്ല, പേടിയാ. എനിക്ക് പേടിയായി. ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല ഇതേപോലെ ഒരു സരസ്മേള. പക്ഷെ നല്ലൊരു സരസ്മേള ഈ ചെങ്ങന്നൂരിൽ വന്നിട്ടുണ്ട്, കേരളത്തിലെ ഏറ്റവും വലിയ സരസ്മേള. അപ്പോൾ ഇവരെല്ലാവരും പറയുന്നത് 2018 ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി, ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ മറക്കത്തില്ല ആ കണ്ണീര് എന്ന് പറഞ്ഞതുപോലെ 2025 ഇവരുടെ നമുക്ക് ഉത്സവം, അതിൻ്റെ എല്ലാം വേദനകളും മറന്നുകൊണ്ടുള്ള ഒരു ഉത്സവമാണ്. അവർ പറഞ്ഞൊരു വാക്കുണ്ട് ശരിയായിട്ടും, ചെങ്ങന്നൂരിൻ്റെ ഒരു ദേശീയ ഉത്സവമായിരുന്നു എന്നാണ്
ചേച്ചി പറഞ്ഞത്. അപ്പോൾ അതുപോലത്തെ ഒരു ഉത്സവം നമുക്ക് 2018 ഞാൻ 10 ദിവസത്തേക്ക് ഇവിടെയുള്ള ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം കുഴപ്പമില്ല, രണ്ടാമത്തെ ദിവസം ഞങ്ങൾ ചെന്നപ്പോൾ ഇവിടെ മുഴുവൻ വെള്ളമായിരുന്നു. വെള്ളം കൊണ്ട് ഒരു 11 മണി ആയപ്പോഴത്തേനും വീട്ടിൽ ചെന്നപ്പോൾ വീട്ടിലൊരു മനുഷ്യരുടെ വെള്ളം പടരാറില്ലായിരുന്നു. വെള്ളം കയറി മുഴുവൻ മുങ്ങി. ഞങ്ങൾ ഇത്രയും കടുത്തത്തെ വെള്ളത്തിലാണ് ഞങ്ങൾ നീന്തി സ്കൂളിലാണ് ചെല്ലുന്നത്. ഈ പരിപാടി ഞാൻ നിൽക്കും 2 ദിവസമേ നിന്നുള്ളൂ. ബാക്കി നമുക്ക് 8 ദിവസം കിട്ടിയില്ലല്ലോ. അപ്പോഴത്തേന് വെള്ളം കയറി. പിന്നെ അതിൻ്റെ ആ വിഷമം മാറിയത് ഇപ്പോൾ ഈ സരസ്മേള ഇത്രയും മനോഹരമായിട്ട് അതിൻ്റെ ഉത്സവം അതാണ്. ഇവരൊക്കെയാണ് ഇവിടെ ഫുഡ് എല്ലാവർക്കും കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഇവിടുത്തെ ചെങ്ങന്നൂരിലെ കുടുംബശ്രീ അംഗങ്ങളൊക്കെയാണ്. പല സ്ഥലങ്ങളിലായിട്ട് പാണ്ടനാടാണ്. അപ്പോൾ അവർ ഓരോ ദിവസം ഓരോരുത്തരാണ് ഇവിടെ ഫുഡ് വിളമ്പുന്നത്. ഇന്ന് ഈ ചേച്ചിമാരാണ് ഫുഡ് വിളമ്പുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ല ഫുഡ് നല്ല കൈപുണ്യത്തോടെ നിങ്ങൾ വിളമ്പി തരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെ ചിരിച്ച മുഖത്തോടെ വിളമ്പി തരുന്നുണ്ട്. വലിയ സന്തോഷം. ഇത് നമ്മുടെ ഫുഡ് കോർട്ടല്ല, എന്നാൽ ഇത് സാധാരണക്കാരുടെ ഫുഡ് കോർട്ടാണ്. ഇത് ഇവിടെ പകലന്തിയോളം പണിയെടുക്കുന്ന സരസ്മേളയ്ക്ക് വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാർ കഴിക്കുന്ന ഫുഡ് കഴിക്കുന്ന സ്ഥലമാണ്. അവർക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഫുഡാണ്. അവർക്ക് പിന്നെ അതിൻ്റെ പിന്നിൽ നമ്മളിപ്പം ഈ സരസ്മേളയുടെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ ഇവർക്കെല്ലാം ആഹാരം വിളമ്പുന്ന കുറേ കൈകളുണ്ട് ഇവിടെ. അപ്പോൾ അവരെ കൂടെ നമ്മൾ ചേട്ടാ പേരെന്താ? എൻ്റെ ഒരു വിമൽ. എങ്ങനെ എത്ര പേര് ദിവസം കഴിക്കും ഇവിടെ? ഇല്ല, എത്ര പേര് വന്നാലും ഫുഡ് കൊടുക്കും. അല്ലല്ല, സാധാരണഗതിയിൽ നിങ്ങൾ 500 പേര് 500 പേർക്കോളമാണ് ഇവർ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആണോ? ഇവരെ ആൾക്കാർക്ക് നിങ്ങളുടെ ഫുഡിനെ കുറിച്ച് പരാതികളൊന്നും വന്നിട്ടില്ല? ഇല്ല, നല്ല അഭിപ്രായങ്ങൾ. ഇതെന്താ പറയുന്നത് കാണാമോ? എന്താ ശരി? എല്ലാവരും ഇവർ കഴിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളെല്ലാം തുടക്കം തൊട്ടേ ഉണ്ടോ ഇവിടെ? തുടക്കം വരെ ഉണ്ട് എല്ലാം. അപ്പം ഇവർ കുടുംബശ്രീ അല്ലേ നിങ്ങൾ? അപ്പോൾ കുടുംബശ്രീ ഓരോ ദിവസം മാറി വരും ആൾക്കാർ. പാണ്ടനാട് ഞങ്ങൾ നവമി കുടുംബശ്രീയില്ല, 3-ാം വാർഡിലാണ്. പാണ്ടനാട്. അത് ചേച്ചിയുടെ പേരെന്താ? ലളിത. എൻ്റെ പേര് അനിത റോബിൻസൺ. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്നാ റൂട്ട് ഡ്യൂട്ടി? ഞങ്ങൾക്ക് ഇനിയിപ്പോൾ ഇല്ല പോലെ തോന്നി. ഇന്നേ ഓരോ ദിവസം ഓരോ കുടുംബശ്രീക്കാരെ വിളമ്പി കൊടുക്കും. അതെ. ശരി. ഫുഡ് എങ്ങനെയുണ്ട് നിങ്ങൾ കഴിച്ചിട്ട്? നല്ല ഫുഡ്. എങ്ങനെയുണ്ട് ഇവരുടെ ഫുഡ്? എങ്ങനെയുണ്ട്? സൂപ്പറാണ്. എല്ലാം നല്ല ഫുഡല്ലേ? രാവിലെ ആയാലും എല്ലാം കൊള്ളാം. ഇഷ്ടപ്പെടുന്നുണ്ട്. നല്ല ഫുഡല്ലേ? ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് നന്നായിരുന്നു. നല്ല ഫുഡാണ്. നമ്മുടെ ഈ സരസ്മേളയുടെ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ കുറിച്ച് പറയും. ഈ ഇതിനകത്ത് പോയി കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്ന ഇവരെ കൂടെ നമ്മൾ പരിചയപ്പെടുത്തണം. തീർച്ചയായിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കർഷകരെ പോലെയാണ്. നമ്മൾ കർഷകരെ ആരും അറിയുന്നില്ല. നല്ല അരി ഈ ഏരിയ എല്ലാവരും അറിയുന്നുള്ളൂ. കർഷകരെ കുറിച്ച് അറിയുന്നില്ല. അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്ന കാറ്ററിംഗുകാർക്കും അവർക്കാണ് സത്യം പറഞ്ഞാൽ നല്ല അഭിനന്ദനങ്ങൾ അവർക്ക് കൊടുക്കേണ്ടത്. രാപകലില്ലാതെ അവർ അധ്വാനിക്കുന്നുണ്ട്. എല്ലാവരും നല്ല നമ്മളിവിടെ വന്ന് ഡെയിലി കാണുന്നതാണ്. എല്ലാവരും നല്ല അധ്വാനമുണ്ട്. അവരെ പ്രോത്സാഹിപ്പിക്കാനേ വേണം. തീർച്ചയായിട്ടും. എന്തായാലും ഫുഡിനെ കുറിച്ച് ആർക്കും അങ്ങനെ പരാതികളൊന്നുമില്ല. എല്ലാവർക്കും വളരെ സന്തോഷമാണ്. ചേട്ടാ, ഇത് ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് വളരെ സന്തോഷം. ഇപ്പം ഏറ്റവും രുചികരമായ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കോർട്ടിലേക്ക് പോകണമെന്ന് തോന്നുന്നില്ല. ഇല്ല, അത് തന്നെ. അതുപോലെ നല്ല ഫുഡ്. കാരണം ഈ രതീഷ് എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം ഈ പാചകരംഗത്ത് തന്നെ കുറേ വർഷക്കാലമായിട്ട് പരിചയസമ്പന്നമായ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ തുടക്കം മുതലുള്ള ഇതുവരെയുള്ള ഭക്ഷണം ഏറ്റവും രുചികരമായ രീതിയിലാണ് എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് 3-ാം ദിവസമാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. നല്ല ഭക്ഷണം, നല്ല അടുക്കും ചിട്ടയും, വിളമ്പുന്നവരാന്നേലും സെറ്റ് സാരിയും ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ഗ്ലൗസൊക്കെ ഇട്ട് നല്ല എല്ലാ രീതിയിലും നമ്മുടെ മോനെ ഫുഡ് കൊള്ളാമോ? എന്നത്തെ ഫുഡാണ് മോനെ കൂടുതൽ ഇഷ്ടപ്പെട്ടെ? ഫ്രൈഡ് റൈസ് ഒക്കെ ആയിരിക്കും മോനെ. ചുമ്മാ അല്ല, ഫ്രൈഡ് റൈസ് ഒക്കെ എന്ന് വെച്ചാൽ ഒട്ടും ഓയിൽ ഇല്ലാതെ ഉണ്ടാക്കിയിരിക്കുന്നത്. സാറേ, എങ്ങനെയുണ്ട് ഇവിടെ ഫുഡ്? എങ്ങനെയുണ്ട്? ഫുഡൊന്നും കുഴപ്പമില്ല, അടിപൊളി ഫുഡല്ലേ. എത്ര ദിവസം ഡ്യൂട്ടി കൊണ്ടിവിടെ? നമ്മൾ ആദ്യമായിട്ടേ ഉണ്ട്. ഓരോ ദിവസം ഫുഡ് നന്നായിട്ട് വരുവാണ്. പരാതിയില്ല. ഇല്ല, പല ഫുഡുകളാണ് കഴിക്കാൻ വയ്യാത്ത പാടേയുള്ള. അതിന് കഴിക്കാൻ വയ്യാത്ത പാടേയുള്ളതാണ്. ഫ്രൈഡ് റൈസ് ഉണ്ട്, ഇഡ്ഡലി ഉണ്ട്. എല്ലാം ഇവിടുത്തെ ആൾക്കാർക്ക്, ഇവിടെ രാപകലില്ലാതെ കഷ്ടപ്പെടുന്ന ആൾക്കാർക്കെല്ലാം ഫുഡ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു വലിയ കാര്യമാണ്. അവർക്ക് വേറെ എങ്ങും പോയി ഫുഡ് കഴിക്കാതെ ഇവിടെ തന്നെ ഫുഡ് കഴിക്കാനും ഒക്കെയുള്ള സൗകര്യമുള്ളത് നല്ല കാര്യം.